ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇളനീർ പുഡിങ്ങാണ്. ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഞാനൊരു പാനിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ട്. ചൈന ഗ്രാസ് 7 ഗ്രാം ചൈന ഗ്രാസാണ്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ജാർ എടുത്തിട്ട് ഞാൻ എന്നിട്ട് 2 ഇളനീരിൻ്റെ പൾപ്പുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് 1 2 ഏറിയാൽ 3 സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അരച്ച് കൊണ്ടുവന്നതാണ്. നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു ബോക്സ് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാക്കറ്റ് പാലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മിൽമയുടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ടായിരിക്കും, അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ പാല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അടി കരിയാണ്ടിരിക്കാൻ പാലാവുമ്പോഴേ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നതിന് ശേഷം നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പാലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിലോ അല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഇത്തിരി മധുരം മുന്നിലേക്ക് നിൽക്കണം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഇളനീരിൻ്റെ പഴുപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മളൊരു ഇത്തിരി സേമിയ ഉണ്ടല്ലോ, കട്ട് ചെയ്യാണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേവിച്ച് മാറ്റി വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നെയ്യോ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഏകദേശം കുറുകി തിളച്ചാൽ തന്നെ നമുക്ക് ഓഫാക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് ഓഫാക്കാം. എന്നതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം 2 കപ്പ് ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ 7 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്, അതേപോലെ കുതിർത്തിയിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ട് അത് എടുക്കണം. അതിന് മുൻപ് പഞ്ചസാര പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മളിപ്പോൾ ചൈന ഗ്രാസാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട്. അപ്പോൾ ഇനി അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് പാനിലോട്ട് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ടിട്ടിട്ട് ഒന്ന് നോർമൽ ഇതായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതുപോലെ കട്ടായിട്ട് പീസായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ